Hi, welcome to Pets and Love. This is Anju. I will show you artificial succulents. We have a flat but we plants. So, in this situation, we have artificial succulents. That's with our simple. Artificial succulent ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് pistashells പിന്നെ ഈ ഡേറ്റ്സിന്റെ ഒക്കെ കുരുവാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അത് പെയിന്റ് ചെയ്യാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഒന്നിങ്ങനെ പിടിക്കാൻ വല്ല ടൂത്ത് പിക്കോ എന്തെങ്കിലും ഒന്നിങ്ങനെ വെച്ച് അമർത്തി പിടിച്ചാലും മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ പെയിന്റ് ചെയ്യാണ്. അക്രിലിക് കളേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സക്യുലന്റ് എപ്പോഴും ഒരു ലൈറ്റ് കളേഴ്സിലാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു കുറച്ച് നമ്മൾ ഏതാണോ കളർ എടുക്കണം അതിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് ചെയ്താൽ കറക്റ്റ് ഏകദേശം ആ കളർ കിട്ടും സക്യുലൻറ്റിൻ്റെ. അപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ പെയിൻറ്റ് ചെയ്തിട്ട് നമുക്കത് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ ഡേറ്റ്സിന് ഇതേപോലെ ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്കൊരു ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതിനെങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഏറ്റവും നടുവിലുള്ള പോർഷൻ ഇങ്ങനെ ഒരു ബഡ് പോലെ ഒരു 3 എണ്ണം വെച്ചിട്ട് നമുക്കിങ്ങനെ ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. പിന്നെ അതിനുശേഷം ഇതിൻ്റെ രണ്ട് പിസ്താഷെല്ല് ഓവർലാപ്പ് വരുന്ന സ്ഥലത്ത് അടുത്ത പിസ്താഷെല്ല് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പിസ്താഷെൽസ് ഭയങ്കര ചെറുതായ കാരണം ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ കൈ സൂക്ഷിക്കണം. ഇങ്ങനെ നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദ്യം വെച്ച പിസ്താഷെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇതിനൊന്നിങ്ങനെ കയറ്റി വയ്ക്കാം. എന്നാലാണ് കറക്റ്റ് ആ ഷേപ്പ് കിട്ടുള്ളൂ. അതിനുശേഷം ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഒരെണ്ണം ഇതേപോലെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഒരു ഗ്രീൻ കളറിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് പേൾ കളറും അതിൻ്റെ മുകളിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ സക്യുലൻറ്റിൻ്റെ മുകളിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു പിങ്ക് കളറോ ഒരു മെറൂൺ കളറൊക്കെ ഒരു ഡോട്ട് പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ വേറൊരു കളറിൽ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കളറിൽ ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ സൈഡിലൊരു പെറ്റൽ കുറച്ചൊന്ന് ഇളകി നിൽക്കുന്നുണ്ട്. അത് ഞാൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിലും സെയിം ഇതേപോലെ ഞാൻ കുറച്ച് ഡാർക്ക് കളർ എടുത്തിട്ട് അതിൻ്റെ ഷെല്ലിൻ്റെ ടിപ്പിലിങ്ങനെ ജസ്റ്റ് ബ്രഷ് കൊണ്ടൊന്നാക്കി കൊടുക്കുക ചെയ്യണത്. ആ ബഡ് പോലെ ഉണ്ടാക്കിയ ചെറുതിലും സെയിം മെത്തേഡ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് സക്യുലൻറ്റ് നോക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഡേറ്റ്സിൻ്റെ കുരു ഞാൻ കഴുകി വൃത്തിയാക്കി പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ്. അത് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ അക്രിലിക് കളർ എടുത്തിട്ട് അതിൽ കുറച്ച് യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ പേസ്റ്റ് ചെയ്തു. നടുവിലൊരു ബഡ് ഉണ്ടാക്കിയിട്ട് അതിന് ചുറ്റും ഇങ്ങനെ പരന്ന രീതിയിൽ വെച്ച് കൊടുത്തു. നേരത്തെ മുന്നേ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇതിലും ഞാൻ ഈ പെറ്റൽസിൻ്റെ ചുറ്റും ഒരു ഡാർക്ക് കളറ് ഇങ്ങനെ ജസ്റ്റ് ബ്രഷിലാക്കിയിട്ട് ഒരു ഷെയ്ഡ് പോലെ കൊടുക്കുന്നുണ്ട്. സക്യുലൻസിൽ പൊതുവെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ടിപ്പിലുണ്ടാവുക. ഞാനിപ്പോൾ ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ്. ആ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഞാനൊന്ന് പെയിൻറ്റ് ചെയ്തു. അതിനുശേഷം കുറച്ച് മണ്ണ് ഫില്ല് ചെയ്ത് എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് പെബിൾസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം ഇത് ഇതേപോലെ വെച്ച് കൊടുത്തു. ഇത് നമുക്ക് ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക്, പ്ലാന്റ്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയൊരു ഐഡിയയാണ്. ഒരു ഡെക്കറേഷൻ പോലെ വെക്കും ചെയ്യാം. നമുക്ക് കാണുമ്പോഴും ഒരു സന്തോഷമാണ്. മറ്റേ നമുക്ക് ചിലപ്പോൾ സക്യുലൻസ് ഒന്നും വളർത്താൻ വെയിലില്ലാത്ത ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വളർത്താനൊക്കെ പ്രയാസമാവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്കിനി അടുത്തൊരു സിമ്പിൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.